CPIM പ്രതിനിധി സംഘത്തിന്റെ കശ്മീർ സന്ദർശനം പുരോഗമിക്കുന്നു. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ നാശനഷ്ടങ്ങളുണ്ടായ അതിർത്തി പ്രദേശങ്ങളായ ബാരാമുള്ള, ഉറി എന്നിവിടങ്ങളിൽ സംഘം സന്ദർശനം നടത്തി. ഇന്ന് നിർണായക കൂടിക്കാഴ്ചകളിലും പൊതുയോഗങ്ങളിലും പ്രതിനിധി സംഘം പങ്കെടുക്കും. വിവരങ്ങളുമായി ഇപ്പോൾ സ്വാതി നമ്മളോടൊപ്പം ദില്ലിയിൽ നിന്ന് ചേരുകയാണ് വാർത്തകൾ നൽകാനായി. സ്വാതി, CPIM നേതൃത്വ സംഘത്തിന്റെ സന്ദർശനം കാശ്മീരിൽ തുടരുകയാണ്. അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കുന്നു, അവിടുത്തെ മനുഷ്യരോട് സംവദിക്കുന്നു, അവരുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ ചോദിച്ചറിയുന്നു. ഒപ്പം തന്നെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നു, കശ്മീർ മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ചകളും ഇന്ന് നടക്കാൻ സാധ്യതയുണ്ടെന്ന്. മനു, തുടക്കം പറഞ്ഞതിലൊരു തെറ്റുണ്ട്. നമ്മൾ ദില്ലിയിൽ നിന്നല്ല ഇന്ന് ചേരുന്നത്. അതൊരു സ്വാതി, എന്താണ് സംഭവിച്ചെന്നറിയാമോ? ഞാൻ ഈ പതിവ് ആവേശത്തിൽ അങ്ങോട്ട് ദില്ലിയിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞു പോയതാ. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് പിടുത്തം വിട്ടുപോയല്ലോ, കൈവിട്ടു പോയല്ലോ എന്ന്. പിന്നെ സ്വാതി തിരുത്തുമെന്ന് എനിക്കറിയാം, അതാണ് ഞാൻ ഉണ്ടായിരുന്നത്. സാരമില്ല മനു, സ്വാഭാവികം, അത് മനസ്സിലാവുമല്ലോ. എന്നും സ്ഥിരമായി അങ്ങനെ പറഞ്ഞ് ശീലിച്ചതാന്നുള്ളത് മനസ്സിലായി. എന്തായാലും ഇന്ന് CPMന്റെ പ്രതിനിധി സംഘം ഇവിടെ സന്ദർശനം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ, അതായത് ദുരന്തബാധിത മേഖലകളാണ് സന്ദർശിച്ചിട്ടുള്ളത്. ബാരാമുള്ള, ഉറി ഉൾപ്പെടെയുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്ക് സംഘം എത്തുകയായിരുന്നു. ആ സംഘത്തിന് MA ബേബി, CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി, അതോടൊപ്പം MP മാരായിട്ടുള്ള K രാധാകൃഷ്ണൻ, AA റഹീം, അമ്രാറാം, അതോടൊപ്പം സു വെങ്കിടേശൻ തുടങ്ങിയ നിരവധി MP മാരാണ് ഈ സംഘത്തോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി മേഖലകളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകൾ അതീവ ദുഃഖം നിറഞ്ഞതാണ്. വീടുകളെല്ലാം തന്നെ, ഈ ഷെല്ലാക്രമണത്തിൽ തകർന്ന വീടുകളെല്ലാം തന്നെ ഇതുവരെയും അവരെ പുനരധിവസിപ്പിക്കാനോ അല്ലെങ്കിൽ ആ വീടുകൾ പുനർനിർമ്മാണത്തിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആശങ്കാജനകമായ കാര്യങ്ങൾ തന്നെയാണ് നിരവധി ഇടങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത്. അതേസമയം തന്നെയും ഇവരുടെ വിശദാംശങ്ങൾ, ഇവർക്ക് വേണ്ടി എന്തെല്ലാം സർക്കാരിന് ചെയ്യാൻ കഴിയും, അതിൽ പാർലമെന്റിലടക്കം ഏതു തരത്തിൽ CPM MP മാർക്ക് ഇടപെടാൻ കഴിയുമെന്നുള്ള ആലോചനകൾ തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വീട്ടിലുള്ള കുടുംബാംഗങ്ങളുമായൊക്കെ തന്നെയും സംഘം സംസാരിച്ചിരുന്നു. മരണപ്പെട്ട വീടുകൾ, ഈ ഷെല്ലാക്രമണത്തിൽ ഒരു 39 വയസ്സുള്ള യുവതി മരണപ്പെട്ടിരുന്നു. അതും ഉറിയിൽ തന്നെയാണ്. അവിടെ നേരിട്ടെത്തിക്കൊണ്ടാണ് സംഘം സന്ദർശനം നടത്തുകയും ആ യുവതിയുടെ ഉമ്മയടക്കം കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെയും പാർലമെന്റിലടക്കം ബോധിപ്പിക്കുവാനും ഏത് നിലയിൽ ഇടപെടണമെന്ന് കേന്ദ്ര സർക്കാരിനോട് കൂടുതൽ ഊർജ്ജസ്വലമായി ഇടപെടാനുള്ള നീക്കങ്ങൾ നടത്തുമെന്നുള്ളത് തന്നെയാണ് സംഘം ഉറപ്പ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു സന്ദർശനമെങ്കിൽ ഇന്നുകൂടിയാണ് സന്ദർശനം ഉണ്ടാവുക. വൈകുന്നേരത്തോടു കൂടി ഈ സംഘം തിരിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇന്ന് നിർണായക കൂടിക്കാഴ്ചകൾ തന്നെയായിരിക്കും ഉള്ളത്. ഇവിടുത്തെ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളായിരിക്കും നടക്കുക. അതോടൊപ്പം പൊതുയോഗങ്ങളിലും പങ്കെടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഏകദേശം 11 മണിയോടെ പൊതുയോഗത്തിൽ സംഘം എത്തിച്ചേരുകയും നിലവിൽ ഇപ്പോൾ ഇവിടെ കുൽഗാമിലെ MLA കൂടിയായിട്ടുള്ള CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം തരിഗാമി കൂടിയുണ്ട്. തരിഗാമിയാണ് ഈ സംഘത്തോടൊപ്പം എല്ലായിടങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് ആളുകളുമായി സംവദിക്കുന്നതിനും ഇവിടുത്തെ വിശദാംശങ്ങൾ കൂടുതൽ തരിഗാമിക്കാണ് അറിയാവുന്നത്. അത്തരത്തിൽ തരിഗാമിയും ഈ സംഘത്തോടൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ കൈരളിയും ദേശാഭിമാനിയും സംഘത്തോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കണ്ടതാണ് ഈ രാമചന്ദ്രൻ്റെ മരണത്തോട് അനുബന്ധിച്ചും ആരതി നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളിൽ ചില ആളുകളുടെ പേരുകൾ പരാമർശിച്ചിരുന്നു. അതിൽ ടാക്സി ഡ്രൈവറായിട്ടുള്ള മുസാഫിറിനെയും സമീറിനെയും ഒക്കെ പരാമർശിക്കുകയും കശ്മീരിൽ നിന്ന് 2 സഹോദരങ്ങളെ കിട്ടി എന്നുള്ള ആ വാക്കുകൾ കേരളം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ കൈരളിയോടൊപ്പം സഞ്ചരിച്ചത്, അല്ലെങ്കിൽ കൈരളിയുടെ വാഹനം എന്ന് പറഞ്ഞത് ഓടിച്ചിരുന്നത് ഈ മുസാഫിറാണ് ഈ സംഘത്തോടൊപ്പം കഴിഞ്ഞ ദിവസം ഉടനീളം ഉണ്ടായിരുന്നു. ഇന്നലെ ഇവിടെ വന്ന് MP മാരോടൊപ്പം വൈകുന്നേരം വരെ ഇരുന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുകയും ആ സമയത്ത് തന്നെ CPMന്റെ ജനറൽ സെക്രട്ടറി നേരിട്ട് ആരതിയെ വിളിക്കുകയും ചെയ്തു. ആരതിയെ വിളിച്ച് മുസാഫിർ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് സംസാരിക്കുകയും ചെയ്തു. എന്തായാലും ഇന്നും നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടക്കുന്നു. മറ്റ് ഇടങ്ങൾ സന്ദർശിക്കാനുള്ള സമയം ക്രമീകരണമൊക്കെ വരുത്തി അത്തരം നിരവധിയായിട്ടുള്ള ഇടങ്ങൾ സന്ദർശിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയുക തന്നെയാണ് സംഘം ചെയ്യുന്നത്. മനു, ശരി, ഓക്കെ, താങ്ക് യു സ്വാതി. ശ്രീനഗറിൽ നിന്ന് നമുക്ക് ഈ വിവരങ്ങൾ നൽകിയത്. കശ്മീരിലാണ് സ്വാതി ഉള്ളത്. അവിടെ CPIM പ്രതിനിധി സംഘത്തിന്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളാണ് സ്വാതി നൽകിയത്.